അർബക് സ്റ്റോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോൺ സാറാണ്. ഹൈ സാർ, പുതിയൊരു ഏവിയേഷൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അതുകൂടെ ഡൗട്ട്സ് ഉണ്ട്. അതിലൊരു സിമ്പിൾ ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇത്ര ഹൈറ്റിൽ ഫ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ഷിപ്പ്, കപ്പൽ. അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്ര വെയിറ്റ് ഉള്ള ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത്? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ഒരു ഷിപ്പിനെ ഫ്ലൈറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു കാറ്, എന്തുകൊണ്ടാണ് ഒരു കാറ് പറക്കാത്തത്? കാറും ഇതേപോലെ സ്പീഡിൽ പോകുന്നു, വെയിറ്റ് ഉണ്ട്. കാറ് പോലെ ഒരു എക്സാമ്പിൾ നമുക്ക് ലോറി സ്പീഡിൽ പോകുന്നു, വെയിറ്റ് ഉണ്ട്. ഇത് എന്തുകൊണ്ട് പറക്കുന്നില്ല? നമുക്കിതിൻ്റെ മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ എയറോഡൈനാമിക് സ്ട്രക്ചറാണ്. ഈ ഒരു സ്ട്രക്ചറിന് പറയുന്നൊരു പേരാണ് എയറോഫോയിൽ. ആ എയറോഫോയിൽ സ്ട്രക്ചർ പിന്നെ ഇതിൻ്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് പറയുക. ഒന്ന് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞൊരു ഏതൊരു ഒബ്ജക്റ്റിനും നമ്മളൊരു ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചൊരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ രണ്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് പറക്കുന്നത്. ഈ എയറോഫോയിൽ സ്ട്രക്ചറിൻ്റെ മുകളിൽ കൂടെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഷർ മുകൾ ഭാഗം, എയർഫോയിൽ സ്ട്രക്ചറിൻ്റെ മുകൾ ഭാഗത്തിൽ ഇതിൻ്റെ പ്രഷർ കുറയുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതിൻ്റെ പ്രഷർ കൂടുന്നതും ഈ രണ്ട് കാരണം കൊണ്ടാണ് ഒരു വിമാനം പറക്കുന്നത്. അതേപോലെ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന 4 ഫോഴ്സ്. നമ്മൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ പറഞ്ഞതുപോലെ തന്നെ ഒരു വിമാനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എഞ്ചിൻ അതിനെ പുറകോട്ട് തള്ളുന്ന പോലെ ഒരു ഫോഴ്സ് വരുമ്പോൾ ഇതിൻ്റെ മുന്നോട്ട് പോകുന്നത് ത്രസ്റ്റ് എന്ന് പറയാം. ത്രസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വിമാനം മുന്നോട്ട് പോകും. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ട് ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് ലിഫ്റ്റ്. ഈ ലിഫ്റ്റ് വരുമ്പോൾ ഇത് മുകളിലോട്ടും പോകും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ 4 ഫോഴ്സാണ്. ഒന്ന് ത്രസ്റ്റിന് ഓപ്പോസിറ്റായിട്ട് ഡ്രാഗ്, അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെയിറ്റിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫോഴ്സാണ് ലിഫ്റ്റ്. ഈ 4 ഫോഴ്സ് കാരണമാണ് ഈ ഒരു വിമാനം പറക്കുന്നത്. സാർ, ഇപ്പോഴത്തെ കൊച്ചി എയർപോർട്ട്, അതേപോലെ തന്നെ ഒരു 10 വർഷം മുന്നേ ഉള്ളൊരു കൊച്ചി എയർപോർട്ടും ഇപ്പോൾ ഉള്ളൊരു കൊച്ചി എയർപോർട്ട് വെച്ചാൽ എന്താ സാറിന് പറയാനുള്ളത്? എന്താ വ്യത്യാസങ്ങൾ സാറിന് കാണാൻ പറ്റിയത് അതിൽ? നമുക്കിപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവർ ദി ഇയേഴ്സ് കുറേ ഡിജിറ്റലൈസേഷൻ വന്നിട്ടുണ്ട് എയർപോർട്ടിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് ഡിജി യാത്ര എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് തന്നെ റീഡിഫൈൻ ചെയ്യാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇൻഡസ്ട്രിയിൽ. പണ്ട് കാലത്ത് കുറേ സെക്യൂരിറ്റി മെഷേഴ്സ് കാരണം എയർപോർട്ടിൽ ട്രാവൽ ചെയ്യാൻ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കൺസേൺസ് ഒഴിവായിട്ട് ഒരു പാസഞ്ചറിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്, ഒരു ക്യൂവിൽ നിൽക്കാണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടെക്നോളജി ലൈക്ക് ബയോമെട്രിക് ടെക്നോളജി. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്മാർട്ട് എയർപോർട്ട്സ്, ഇതാണ് ഇൻ ഷോർട്ട് നമുക്ക് പറയാം. എയർപോർട്ട് ഒരു സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ AI ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്നോളജി കൂടുതൽ ഡെവലപ്പ് ചെയ്തു. പണ്ട് കാലത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു A380 പോലത്തെ ഒരു എയർക്രാഫ്റ്റ് പിന്നെ ഒരു ചെക്ക് ഇൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിയർലി നമുക്കൊരു 350 to 400 പാസഞ്ചേഴ്സ് അതിലുണ്ടായിരിക്കും. ഈ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചെക്കിൻ ഒരു 6 ചെക്ക് ഇൻ കൗണ്ടർ വെച്ച് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ക്യൂവിൽ ആൾക്കാർ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ചെക്ക് ഇൻ കിയോസ്ക് മെഷീൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. അതേപോലെ സെൽഫ് ചെക്ക് ഇൻ ബാഗേജ് ഡ്രോപ്സ് വന്നു. നമുക്കൊരു സ്റ്റാഫിൻ്റെ മുമ്പിലോ ഒരു ഇതിൻ്റെ മുമ്പിലോ ഒരു മെഷീൻ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് വിടുകയാണ്. പണ്ട് കാലത്ത് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് സെക്യൂരിറ്റി, ഒരു CSF സെക്യൂരിറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു വ്യക്തി ആ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്തത് നമ്മുടെ ഫോട്ടോ ID കാർഡ് വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് എയർപോർട്ടിനുള്ളിലേക്ക് നമ്മൾ കയറ്റി വിടുള്ളൂ. അപ്പോൾ ഇതിനൊരു മനുഷ്യൻ അത് പ്രോസസ്സ് ചെയ്തെടുക്കാനൊരു ടൈം ഫ്രെയിം ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിജി യാത്ര, നമ്മുടെ ആധാർ, നമ്മുടെ ബയോമെട്രിക്സ് ഡയറക്റ്റ്ലി നമ്മൾ ഈ സോഫ്റ്റ്വെയറിലായിട്ട് ലിങ്ക് ചെയ്ത് വെച്ച് നമ്മൾ ബോർഡിംഗ് പാസ് ലിങ്ക് ചെയ്തു. നമ്മൾ എയർപോർട്ടിൽ ഡിജി യാത്ര ചാനൽസിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ഫേസ് ID റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നു. ഇതേപോലെ തന്നെ ബോർഡിംഗ് എന്നൊരു സിസ്റ്റം, പണ്ട് ബോർഡിംഗ് ഗേറ്റ്സിൽ നമുക്കൊരാളുടെ ബോർഡിംഗ് പാസ് വാങ്ങി അത് ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്, കറക്റ്റ് ഫ്ലൈറ്റ് ആണോ, അവരുടെ സീറ്റ് നമ്പർ, സീക്വൻസ് നമ്പർ, ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡിങ്ങിൻ്റെ സ്റ്റബ് കയറിയിട്ടാണ് ഇവർക്ക് ബോർഡിംഗ് ചെയ്യുക ഒരു എയർക്രാഫ്റ്റിലേക്കുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് ആണ്. ഇതൊന്നും വേണ്ട, സ്വന്തം ഒരു ആപ്പിൾ വാച്ചിൽ QR കോഡ് ഉണ്ടെങ്കിൽ ഈ QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, അവർക്ക് മുന്നോട്ട് പോകാം. സിസ്റ്റം അനലൈസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ടൈമിനെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് അവർക്ക് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നടന്നു പോയ ഒരു ബസ്സിൽ കയറുന്ന ലാഘവത്തോടു കൂടി ഒരു എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു രീതിയിലേക്കാണ് എയർപോർട്ട്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി എയർപോർട്ടിൽ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് ട്രാവൽ ചെയ്ത സമയത്ത് ഞാൻ ഡിജി യാത്രയിൽ എൻ്റെ ട്രാവൽ മൊത്തം ലിങ്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ നേരെ ഡിജി യാത്ര കൗണ്ടറിൽ പോയി ഡിജി യാത്ര അവിടുന്ന് സിസ്റ്റം എൻ്റെ എയർപോർട്ടിനുള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഞാൻ ബോർഡിംഗ് ഇതായതുകൊണ്ട് എനിക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ സെക്യൂരിറ്റി ഗേറ്റിൽ പോയി.
നമ്മുടെ ഹാൻഡ് ബാഗേജ് സ്കാൻ ചെയ്യുന്ന സെക്യൂരിറ്റി ഗേറ്റിൽ പോയ സമയത്ത് അവിടെയും ഡിജി യാത്രയാണ്. അവിടെയും നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് കൗണ്ടറാണ്, ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഒരു ഹാൻഡ് ബാഗേജ് സ്കാനിങ്ങിൻ്റെ ഒരു ഹാസിൽ നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി ബോർഡിംഗ് ഗേറ്റ്സിൽ പോയി അവിടെയും ഡിജി യാത്ര. എനിക്ക് എൻ്റെ ബോർഡിംഗ് പാസ് പുറത്തേക്ക് എടുക്കുകയോ ഫോൺ പുറത്തേക്ക് എടുക്കുകയോ പോലും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അവിടെ. ഞാൻ ജസ്റ്റ് നടന്നു പോയി. ഞാൻ എൻ്റെ ചെയർമാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ സംസാരിച്ചാൽ പോകുന്ന പോക്ക് സംസാരിച്ച് പോയി നടന്നു പോയി നേരെ പോയി എയർക്രാഫ്റ്റിലേക്ക് ഞങ്ങൾ ബോർഡ് ചെയ്തു. ഇത്രയും ഒരു ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷൻ കാരണം ഹാസിൽ ഫ്രീ ആയി നമ്മൾ ട്രാവൽ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പല ഓപ്പറേഷൻ റിലേറ്റഡ് കാര്യങ്ങളിൽ നമ്മൾ പേപ്പർലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കുറേ പേപ്പർ വർക്ക്സ് ഉണ്ട്. നമ്മൾ ആ പേപ്പർ വർക്ക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തു. കുറേ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻസ്, ERP സോഫ്റ്റ്വെയർസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വന്നു. ഇതുകൊണ്ട് എന്താണെന്ന് നമ്മുടെ എഫിഷ്യൻസി കൂടുകയാണ്. നമുക്ക് എറേഴ്സ് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓവർ ദി ഇയേഴ്സ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് എന്ന് പറയാൻ. സർ, ആക്ച്വലി ഒരു പുതിയൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാഫ് ഈ ഫീൽഡിലേക്ക് എൻട്രി ആണ്. അപ്പോൾ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക്, കാരണം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടെക്നോളജീസ് ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും IT ആണ്, എല്ലാ മേഖലകളിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫീൽഡാണ് ഏവിയേഷൻ. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയൊരു സ്റ്റുഡൻറ്റ് എന്തൊക്കെ പുതിയൊരു വാതിലാണ് അവരുടെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് വരാം? ഇതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് ഒരു തമാശ രീതിയിൽ പറയാം. പണ്ട് കാലത്ത് നമ്മൾ കമ്പ്യൂട്ടർ വന്ന കാലത്ത് നമ്മൾ കുറേ പേര് കൊടി പിടിച്ചിട്ട് ഇതിനെതിരെ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ജോലി പോവും എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ വന്ന AI, അടുത്തൊരു എല്ലാവരുടെയും വലിയ പേടി, AI വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ജോലി പോകും. ഈ ഒരു ചോദ്യത്തിലേക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എത്തുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഗാറ്റ്വിക് എയർപോർട്ട്, ലണ്ടനിൽ ഗാറ്റ്വിക് എയർപോർട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് അവിടെ പോയി കണ്ടപ്പോൾ ഞെട്ടിയ കാര്യമാണ്. ഒരു 20 ബാഗേജ് ഡ്രോപ്പ് മെഷീൻ, സെൽഫ് ചെക്ക് ഇൻ ബാഗേജ് ഡ്രോപ്പ് മെഷീൻ അവിടെ ഉണ്ട്. ഒറ്റ സ്റ്റാഫ്. ഈ 20 മേ ബി ഒരു ഫ്ലൈറ്റോ ഒരു മേ ബി ഈ EasyJet എന്ന് പറഞ്ഞ എയർലൈൻസിന് വേണ്ടിയിട്ടാണ് അവരിത് വർക്ക് ചെയ്യുന്നത്. EasyJetന് ഇത്രയും എയർക്രാഫ്റ്റ്സ് ഒരു ഡെയിലി ഇത്രയും ഫ്ലൈറ്റ്സ് ഉള്ളൊരു സ്റ്റേഷനാണ് ഗാറ്റ്വിക്ക്. ഈ ഗാറ്റ്വിക്കിൽ ഒരൊറ്റ സ്റ്റാഫോ അല്ലെങ്കിൽ 2 സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ വെച്ചാൽ ഇവർക്ക് കൂടുതൽ ഒരു എയർലൈനിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇവർക്ക് കൂടുതൽ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, മേ ബി നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റി അവിടെ അവർക്ക് കൂട്ടാൻ പറ്റും. പണ്ട് കാലത്ത് 10 സ്റ്റാഫിനെ വെച്ച് അവർ ഒരു ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്ത സമയത്ത് ഇവർ 10 സ്റ്റാഫിനെ വെച്ച് മേ ബി 10 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി അത്ര അധികം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഒരാളുടെ കരിയർ ഡെവലപ്മെന്റ്, അതായത് അയാളുടെ കരിയർ എങ്ങനെ നമുക്ക് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം? കരിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ടെക്നോളജി കൂടി പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ ഇത് പഠിച്ച ഒരു സ്റ്റാഫിന് ഡെഫിനറ്റ്ലി അവർക്ക് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന് അവർക്ക് ഈ ഒരു ടെക്നോളജി കൂടി ഇപ്പോൾ പഠിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ടെക്നോളജി കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു ഫീൽഡിൽ അവർക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ജോലി സാധ്യതകളിൽ ഒരു മാറ്റമില്ല. പണ്ട് എന്താണ് ഏവിയേഷനിൽ ജോലി സാധ്യതകൾ, അതേ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലെറ്റ്സ് നമ്മുടെ റാം സർവീസ് എക്സിക്യൂട്ടീവ് എന്ന പൊസിഷൻ, ആ പൊസിഷൻ ഒരു മാറ്റമില്ല. അതേപോലെ തന്നെ പക്ഷേ അവർ ടെക്നോളജി വന്നതുകൊണ്ട് എന്താണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി അവരിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ലോഡ് കാൽക്കുലേഷൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, പണ്ട് കാലത്ത് ലോഡ് കാൽക്കുലേഷൻ ഇൻഡിവിജ്വലി ഒരു പെന്നും പേപ്പറും എടുത്ത് ഇവർ CG പോയിന്റ് കാൽക്കുലേഷനൊക്കെ വരച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. മാനുവൽ കാൽക്കുലേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് സിസ്റ്റമായി. ഇപ്പോൾ നമുക്ക് എവിടെയാണ് എയർലൈൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്, ആ ഹെഡ് ഓഫീസിൽ നിന്ന് ഇവർ ലോഡ് പ്ലാൻ ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും. അതിനൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റമായി. ഇവർ ലോഡ് പ്ലാൻ അവർ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് ക്യാപ്റ്റൻ്റെ സൈൻ വാങ്ങൽ മാത്രമേ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എയർക്രാഫ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടറിയാം, പല എയർപോർട്ട്സും അവരുടെ സെക്കൻഡറി എയർപോർട്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൽഹിയുടെ ഒരു ട്രാഫിക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇപ്പോൾ നോയിഡ എയർപോർട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ദുബായിൽ പുതിയ എയർപോർട്ട് വരികയാണ്. ഇപ്പോൾ ഇത് ഇത്രയും എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് പണ്ട് കാലത്ത് ഒരു എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു 30 പേര് വേണം, ഒരു അപ്രോക്സിമേറ്റ് കണക്ക്. ഇപ്പോഴത്തെ ആ ഒരു 30 പേരെ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 5000 എയർക്രാഫ്റ്റ്സ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയധികം സ്റ്റാഫിനെ നമുക്ക് ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ടെക്നോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. അത്രയധികം ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വരുള്ളൂ. പക്ഷേ ജോലി സാധ്യതയുടെ കാര്യം പറയുമ്പോൾ ഇതും തമ്മിലൊരു ബന്ധമില്ല. ജോലി സാധ്യത ഇപ്പോഴും എന്താണ്, അതുപോലെ തന്നെ അതേ പൊസിഷൻസിന് വേണ്ടിയിട്ടുള്ള ജോലി സാധ്യത ഇപ്പോഴും ഉണ്ട്.